ഇന്നലെ നമ്മൾ 2 കമ്പോണൻറ്റ് റെഗുലേറ്ററി സിസ്റ്റത്തിനകത്തെ കാര്യമെല്ലാം പറഞ്ഞു. ഇന്നിനി പറയുന്നത് അടുത്തത് 4 റെഗുലോൺ ആണ്. നെക്സ്റ്റ് ഏതാണ്? 4 റെഗുലോൺ ആണ് അടുത്തത് പറയുന്നത്. ഈ 4 റെഗുലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫേറ്റിൻ്റെ ഇതാ പറയുന്നത്. അതായത് എൻവിറോൺമെൻറ്റിൽ ഒരു ബാക്ടീരിയ ഗ്രോ ചെയ്യുന്ന അതിൻ്റെ എൻവിറോൺമെൻറ്റിൽ ഫോസ്ഫേറ്റിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഈ 4 റെഗുലോൺ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇതൊരു ബാക്ടീരിയയുടെ സെല്ലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ബാക്ടീരിയയുടെ ബാക്ടീരിയയുടെ സെല്ലിൻ്റെ ഔട്ടർ മെമ്പറൈനും ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇന്നർ മെമ്പറൈന്. ഓക്കെ, ഇന്നർ മെമ്പറൈന്. ദെൻ ഇതിനകത്ത് ഒരു നമ്മുടെ ഇതിനെ സെൻസ് ചെയ്യുന്ന സെൻസർ കൈനേസ് ഉണ്ട്. പിന്നെ ഈ സൈറ്റോപ്ലാസത്തിലായിട്ട് റെസ്പോൺസ് റെഗുലേറ്ററും ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ സെൻസർ കൈനേസിനെ എച്ച് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇതിന് ഒരു പെരിപ്ലാസ്മിക്, അതായത് ഇത് ഔട്ടർ മെമ്പറൈന്, ഇത് ഇന്നർ മെമ്പറൈന്. ഈ ഔട്ടർ മെമ്പറൈനും ഇന്നർ മെമ്പറൈനും ഉള്ള ഈ സ്പേസിനെയാണ് പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഈ സ്പേസിലോട്ട് എൻലാർജ് ചെയ്ത് അല്ലെങ്കിൽ സ്പേസിലോട്ട് കണ്ട് ഇവിടെ ഒരു പെരിപ്ലാസ്മിക് ഡൊമെയിൻ പ്രസൻ്റ് ആണ്. ഓക്കെ, ഇതാണ് പെരിപ്ലാസ്മിക് ഡൊമെയിൻ. ഈ പെരിപ്ലാസ്മിക് ഡൊമെയിനിൽ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ അറ്റാച്ച് ചെയ്തിരിക്കും. ഓക്കെ, ഈ സെൻസർ കൈനേസ് ആണ് 4R സെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഹിസ്റ്റഡിൻ കൈനേസ് പോലെ തന്നെ ഇതിൽ ആക്ട് ചെയ്യുന്ന ഹിസ്റ്റഡിൻ കൈനേസ് ഏതാണ്? 4R സെൻസറാണ് ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ ഈ ടെർമിനലായിട്ട് പ്രോട്ടീൻ കൈനേസ് ട്രാൻസ്മിറ്റർ ഡൊമെയിൻ പ്രസൻ്റ് ആണ്. ഓക്കെ, പ്രോട്ടീൻ കൈനേസ് ട്രാൻസ്മിറ്റർ ഡൊമെയിൻ പ്രസൻ്റ് ആണ്. ദെൻ ഇനി ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതുപോലെ തന്നെ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഡി എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസ് റെഗുലേറ്റർ ഇതിനകത്തെ. ഓക്കെ, ഇവിടുത്തെ ഈ റെസ്പോൺസ് റെഗുലേറ്റർ ഏതാണ്? 4B സെൻസറാണ്. ഓക്കെ, 4B റെഗുലേറ്ററാണ്. ഇനി ഇത് ഡി. ദെൻ ഇതിനവിടെ എന്താണ്? ATP മോളിക്യൂൾസ് പ്രസൻ്റ് ആണ്. ഓക്കെ, ATP മോളിക്യൂൾസ് പ്രസൻ്റ് ആണ്. ATP എന്ന് പറയുമ്പോൾ എന്താ? 3 ഫോസ്ഫേറ്റ് മോളിക്യൂൾ. അതിനകത്ത് ഇത് ഗാമ ഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, ഇനി എൻവിറോൺമെൻ്റ് അല്ലേ? എൻവിറോൺമെൻറ്റിൽ ഫോസ്ഫേറ്റിൻ്റെ അളവ് കുറഞ്ഞു. ഫോസ്ഫേറ്റിൻ്റെ അളവ് എൻവിറോൺമെൻറ്റിൽ കുറഞ്ഞു എന്നുള്ള സിഗ്നൽ ആർക്ക് കിട്ടി? ഈ മെമ്പറൈനിലുള്ള 4R സെൻസറിന് കിട്ടി. ഓക്കെ, ഈ 4R സെൻസറിന് എന്ത് കിട്ടി? എൻവിറോൺമെൻറ്റിൽ ഫോസ്ഫേറ്റിൻ്റെ അളവ് കുറവാണെന്ന് കിട്ടി. ദെൻ എൻവിറോൺമെൻറ്റിൽ ഫോസ്ഫേറ്റിൻ്റെ അളവ് കുറവാണെന്ന് അറിയുമ്പോഴത്തേക്കും ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫോസ്ഫേറ്റ് ഇവിടുന്ന് റിമൂവ് ആയിപ്പോവും. ഓക്കെ, ഈ ഫോസ്ഫേറ്റ് ഇവിടുന്ന് റിമൂവ് ആകുമ്പോഴത്തേക്കും ഇതിന് മനസ്സിലാകും എൻവിറോൺമെൻറ്റിൽ ഫോസ്ഫേറ്റ് ഇല്ല. അപ്പോൾ ഫോസ്ഫേറ്റ് ഇല്ലാതെ ഈ ബാക്ടീരിയയ്ക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ ATP ADP ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എന്താണ്? ഈ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഗാമ ഫോസ്ഫേറ്റ് ആണ്. ഈ ഫോസ്ഫേറ്റ് ഈ 4Rുമായിട്ട് വന്ന് അറ്റാച്ച് ചെയ്ത് ഇതിനെ ആക്റ്റീവ് ആവും. ഇതിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇനാക്റ്റീവ് കണ്ടീഷനിലായിരിക്കുന്നത്. എപ്പോഴാണ്? അതായത് ഈ സെൻസർ കൈനേസ് പെരിപ്ലാസ്മിക് ഡൊമെയിനുമായിട്ട് ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ അറ്റാച്ച് ചെയ്തിരിക്കുവാണെങ്കിൽ ഇതെന്ത് കണ്ടീഷനായിരിക്കും? 4R സെൻസറാണിത്. ഇതെന്താണ്? ഇനാക്റ്റീവ് ആയിരിക്കും. ഇത് എപ്പോഴാണോ ഈ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഇവിടെ നിന്ന് റിമൂവ് ആയി പോകുന്നത്, ഈ ഫോസ്ഫേറ്റ് മോളിക്യൂൾ റിമൂവ് ആയിപ്പോയി വേറെ ഇവിടുത്തെ ATP ഇതിനകത്തെ ഗാമ ഫോസ്ഫേറ്റ് ഇതുമായിട്ട് വന്ന് എപ്പോഴാണോ അറ്റാച്ച് ചെയ്യുന്നത് അന്നേരമാണ് ഇതെന്താവുന്നത്? ആക്റ്റീവ് ആവുന്നത്. അതായത് ഈ 4R ആക്റ്റീവ് ആവും. ആക്റ്റീവ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്യും? ആക്റ്റീവായിട്ട് ആ സിഗ്നലിനെ ഫോസ്ഫേറ്റ് മോളിക്യൂളിൻ്റെ കൂടി ഈ 4B റെസ്പോൺസ് റെഗുലേറ്ററിൽ വരും. 4B റെസ്പോൺസ് റെഗുലേറ്ററിലേക്ക് വരും. ഈ 4B റെസ്പോൺസ് റെഗുലേറ്ററിലേക്ക് ഈ സിഗ്നൽ വന്നു കഴിയുമ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള കുറേ ജീൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ജീൻസ് ഉണ്ട്. 4A 4S 4E. ഓക്കെ, 4E UGP
BA അങ്ങനെ പറയുന്ന കുറച്ച് എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസിൻ്റെ അല്ലെങ്കിൽ ആ ജീൻസിൻ്റെയൊക്കെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു. ആ ജീൻസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് അവിടെ സിന്തസൈസ് ചെയ്യുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഈ സെല്ലിനകത്ത് ഉള്ള ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ ഈ ഓർഗാനിസത്തിന് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. അപ്പം ഫോസ്ഫേറ്റിൻ്റെ അളവ് എൻവയോൺമെൻറ്റിൽ കുറഞ്ഞാലും ഈ ബാക്ടീരിയയുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോസ്ഫേറ്റിനെ യൂസ് ചെയ്തുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാനായിട്ട് പറ്റും. ഇതാണ് 4 റെഗുലോൺ എന്ന് പറയുന്നത്.